ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നഷ്ടപരിഹാര തുകയ്ക്ക് സ്പോൺസറെ കണ്ടെത്താൻ നീക്കവുമായി ദേവസ്വം ബോർഡ്. ഏകദേശം 600 കോടി രൂപ നഷ്ടപരിഹാരം നൽകേണ്ടി വരുമെന്നാണ് കണക്ക്. ക്ഷേത്ര വികസനത്തിന്റെ ഭാഗമായ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ അവസാന ഘട്ടത്തിലാണ്. പദ്ധതിയുടെ ഭാഗമായി ആകെ 6.82 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. ഇതിൽ 160 കെട്ടിടങ്ങളും 22 കുടുംബങ്ങളുമാണ് ഉൾപ്പെടുന്നത്. ഇവർക്ക് നഷ്ടപരിഹാരമായി നൽകേണ്ട ഏകദേശം 600 കോടി രൂപ ദേവസ്വം കെട്ടിവെക്കണം. ഈ തുകയാണ് സ്പോൺസർമാർ വഴി കണ്ടെത്താൻ ദേവസ്വം ശ്രമിക്കുന്നത്. സന്നദ്ധത അറിയിച്ച് നിരവധി പേർ ദേവസ്വത്തെ സമീപിച്ചിട്ടുണ്ടെന്ന് ചെയർമാൻ AV ഗോപിനാഥ് പറഞ്ഞു. 600 കോടി രൂപയോളം ഈ അസസ്മെന്റിന് ഉപയോഗിക്കേണ്ടി വരും എന്നാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. ആ 600 കോടി രൂപ നമ്മളെ ദേവസ്വം ഫണ്ടിൽ നിന്ന് ചെലവാക്കുന്നതിന്റെ അപ്പുറം സോഴ്സുകൾ തിരികെ നമ്മളെ ഫണ്ടിൽ തൊടാതെ ദേവസ്വത്തിന് 1 ഉറുപ്യ പോലും ചെലവാക്കാതെ മറ്റു സോഴ്സ് ഒരുപാട് ഭക്തർ വന്നിട്ട് ഇപ്പോൾ സ്വർണ്ണ കിരീടങ്ങൾ 2 ആൾ കൊടുത്തു, വെള്ളി ഉരുളികൾ കൊടുത്തു. ഇതൊക്കെ ഈ ദിവസങ്ങളുണ്ടായി. അപ്പോൾ ഇപ്പൊ വന്നിട്ട് ഒരുപാട് ആളുകൾ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ട് ഓരോന്ന് ചെയ്തു തരാ പറഞ്ഞിട്ട്. എന്നാൽ വ്യാപാരികൾ ആശങ്കയിലാണ്. കൃത്യമായ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിച്ചതിന് ശേഷമേ ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്ക് കടക്കാവൂ എന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. തങ്ങളുടെ ഉപജീവനമാർഗം സംരക്ഷിക്കുന്ന തരത്തിലുള്ള പുനരധിവാസ പാക്കേജും മതിയായ നഷ്ടപരിഹാരവും ഉറപ്പാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. എല്ലാവർക്കും നിയമാനുസൃതവും അർഹവുമായ നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പാക്കുമെന്ന് ദേവസ്വം വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം മുൻകാല അനുഭവങ്ങളാണ് ഭൂമി നഷ്ടപ്പെടുന്നവർ ചൂണ്ടിക്കാട്ടുന്നത്. ഓണാവധിക്ക് ശേഷം ഇത് സംബന്ധിച്ച് വ്യക്തമായ തീരുമാനമുണ്ടാകും. TCV ന്യൂസ്, ഗുരുവായൂർ.